അവിടെ വേറെ ഒരു ടെക്നിക്കാലിറ്റി പ്രശ്നവുമില്ലായിരുന്നു. അങ്ങനെ ഒരു ലിസ്റ്റ് കൊടുത്തത് കൊണ്ട് തന്നെയാണ് പുറത്തായത്. സംസ്ഥാന സർക്കാരിന്റെ ലിസ്റ്റ് പോയത് കൊണ്ട് തന്നെയാണ്. എന്താ രാമേന്ദ്ര പ്രശ്നം? പ്രശ്നം പറഞ്ഞാൽ ഭയങ്കര തമാശയാണ്. പറ്റിയ പണി എന്താണെന്ന് അറിയാമോ? നിങ്ങൾക്ക് പറ്റിയ പണി ഞങ്ങളുടെ ശാഖയിലെ മുഖ്യ വിഷയമാണ്. കാരണം വഴിയെ പോകുന്നവർക്ക് മുഴുവൻ നിങ്ങൾ ട്രൗസർ വെച്ചു കൊടുത്ത് എല്ലാവരെയും പിടിച്ച് RSSന്റെ ശാഖയിലാക്കുന്നുണ്ടല്ലോ. കോൺഗ്രസ്സുകാരനെ RSSൽ എടുത്തു, ആങ്കറെ RSSൽ എടുത്തു, വഴിയെ പോകുന്ന എല്ലാവരും നിങ്ങളിപ്പോ ശാഖയിൽ ചേർത്ത് RSSകാരാക്കി കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഞങ്ങളുടെ സമ്പർക്ക പ്രമുഖ പോലും നിങ്ങളുടെ അത്രയും പണി ആ വിഷയത്തിൽ എടുക്കുന്നുണ്ടാവും എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഒരുപാട് നന്ദിയുണ്ട് വഴിയെ പോകുന്നവരെ എല്ലാരും പിടിച്ച് ഇങ്ങനെ RSSലേക്ക് ചേർക്കുന്നതിന്. പിന്നെ ഗവർണർ പറഞ്ഞ കാര്യത്തിലേക്ക് വരാം യുവരാജ്. അല്ല, അത് ഞാൻ കാലിക്കറ്റിലേക്ക് തിരിച്ചു വരും. പക്ഷെ അതൊരു വെല്ലുവിളിയുടെ സ്വരമാണ് ഗവർണർ നടത്തിയത്. അല്ലെ, വെല്ലുവിളിയുടെ സ്വരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കോൺവോയ് മുഴുവൻ തടഞ്ഞു നിർത്തി അദ്ദേഹത്തിന്റെ വാഹനത്തിലേക്ക് നേരിട്ട് പോയിട്ട് അടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അഫ്സൽ നമ്മുടെ ഇദ്ദേഹത്തിന്റെ ഗവർണറുടെ ആരിഫ് മുഹമ്മദ് ഖാന്റെ ഒരു ഹിസ്റ്ററി, അദ്ദേഹത്തിന്റെ ക്യാരക്ടർ നമുക്കറിയാം. സ്വാഭാവികമായിട്ട് അദ്ദേഹത്തെ പോയി പ്രൊവോക്ക് ചെയ്തു, അദ്ദേഹം അദ്ദേഹം അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. മുഖ്യമന്ത്രി എന്തൊക്കെ ചെയ്യുന്നുണ്ട്? ഭരണകക്ഷിയാണ്, നിങ്ങൾ ഇതിൽ ദുഃഖിക്കേണ്ടി വരും. മുഖ്യമന്ത്രി കാണിക്കുന്നില്ല കടക്ക് പുറത്ത് ദൂരേക്ക് പോ എന്നൊക്കെ പറഞ്ഞ ആൾക്കാരെ പിടിച്ചു തള്ളുന്നു. പാച്ചേട്ടാ അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. എന്തൊക്കെ കാര്യം മുഖ്യമന്ത്രി കാണിക്കുന്നുണ്ട്? മുഖ്യമന്ത്രിയുടെ രക്ഷാപ്രവർത്തനം എന്ന പരാമർശം അല്ല, രക്ഷാപ്രവർത്തനം രണ്ടാമത്തെ വിഷയം. ഞാൻ പറയുന്നത് മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് പോകാനെങ്കിൽ ആരെങ്കിലും സമ്മതിക്കുന്നുണ്ടോ? ജനസമ്പർക്കം എന്നൊക്കെ പറഞ്ഞ് പേരിട്ടിട്ട് മുഖ്യമന്ത്രി കുറച്ച് പൂരപ്രമുഖരുമായിട്ട് എവിടെയോ ഇരുന്ന് വട്ടമേശയിലിരുന്ന് അദ്ദേഹം അണ്ടിപ്പരിപ്പും കാഷ്യൂ നട്ടും ഒക്കെ തിന്നുകൊണ്ടിരിക്കുന്നത് മാത്രമാണ്. ആൾക്കാരെ മുഴുവൻ ഒരു കൗണ്ടർ ഇട്ട് അപ്പുറത്തല്ലേ നിർത്തിയിരിക്കുന്നത്. അപ്പോ അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് ഒരാളെ പോകാൻ പോലും പരാതിയുമായിട്ട് പോകാൻ പോലും പറ്റാത്തൊരു സാഹചര്യമാണ് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നത്. അപ്പോഴാണ് ഇവര് ഗവർണറെ ആക്രമിച്ചിട്ട് ഗവർണർ പ്രതികരിച്ചത്. സ്വാഭാവികമായിട്ട് പ്രതികരിക്കുന്നേ. അപ്പൊ നമുക്കൊരു മനുഷ്യനല്ല, ഒരു മനുഷ്യൻ ആ സാഹചര്യത്തിൽ എങ്ങനെയാ പ്രതികരിക്കാതിരിക്കുക എന്നൊക്കെ നമുക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുക? നമുക്ക് അതിനകത്ത് ഇവിടെ വിഷയം എന്താണോ ആ വിഷയത്തിൽ നിന്ന് ചർച്ച മാറ്റി പരമാവധി ഇതിനെ എടുത്തിട്ട് RSS വൽക്കരിക്കാൻ ശ്രമിക്കുന്നു, കാവ്യവൽക്കരിക്കാൻ ശ്രമിക്കുന്നു, അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു. ഇവര് വിദ്യാഭ്യാസത്തിനെ സംരക്ഷിക്കാൻ, കേരളത്തിലെ സർവകലാശാലകളെ സംരക്ഷിക്കാൻ എന്ത് ചെയ്തു എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഇവരെന്തോ പോരാടാൻ പോകുന്നു എന്ന് പറയുന്നുണ്ട്. ഇവര് 4, 3, 7 പേര് മാത്രമേ ഇപ്പൊ പോരാടാൻ കേരളത്തിൽ ബാക്കിയുള്ളൂ എന്നുള്ളതാണ് സത്യം. ശരിയാണ് അഫ്സൽ പറയുന്നത്, വേറെ ആരും ഇല്ല, ബാക്കിയുള്ളവരൊക്കെ നാട് വിട്ട് പോയിന്നേ. കേരളത്തിലെ ഇപ്പൊ 50% സയൻസ് സീറ്റുകൾ പോലും ഒഴിഞ്ഞു കിടക്കുന്ന അവസ്ഥയാണ് കേരളത്തിലെ ക്യാമ്പസുകളിലുള്ളത്. പഠിക്കണമെന്നും രക്ഷപ്പെടണമെന്നുള്ളവരൊക്കെ കേരളം വിട്ട് നാട് വിട്ട് എവിടെയൊക്കെ പോയി കഴിഞ്ഞു. നിങ്ങൾ സംരക്ഷിച്ചാണ് കേരളത്തിന്റെ സർവകലാശാലകളും ക്യാമ്പസുകളും മൊത്തം ഈ അവസ്ഥയിൽ ആയിക്കഴിഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ ഇനി കുറച്ചും കൂടിയും സംരക്ഷിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് സെക്രട്ടറിയെ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ക്യാമ്പസുകളിൽ വേറെ ആരും ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം അപമാനിക്കുന്ന രീതിയിൽ പറഞ്ഞിട്ടില്ല. അല്ല, അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് തിരുത്തുവാൻ ഞാൻ പറഞ്ഞേനെ. അത് മാത്രമല്ല, അദ്ദേഹം അതിൽ വിശദീകരണവും നൽകി. ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ പിന്നെ അതിനപ്പുറത്തേക്ക് താങ്കൾ പറയരുത് അഫ്സൽ. അങ്ങനെ താങ്കൾ അതിന്റെ മേഖലയിലേക്ക് പറയരുത്. താങ്കൾ ആദ്യം മുതൽ ഉഴപ്പാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ, വിഡ്ഢിത്തിരെ പറയുള്ളൂ, തെണ്ടി. അല്ല, ഇവിടെ ചർച്ച സമാധാനപരമായിട്ട് പോവുകയായിരുന്നു. താങ്കളുടെ നാട്ടുഭാഷ ഞങ്ങൾ അംഗീകരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയായിരുന്നു. ശ്രീ നിജേഷ്, എന്തിനു റിവൈൻഡ് ചെയ്യണം? ഇവിടെ സമയമൊന്നുമില്ല റിവൈൻഡ്. ഇത് നീ ചോദിച്ചു വാങ്ങിച്ചതാണ്, ഇനി ചോദിക്കരുത് റിവൈൻഡ് ചെയ്യാൻ. ശരി നിജേഷ്. അതെ, നിങ്ങൾ സമയം കാണില്ല, നിങ്ങൾ RSSന്റെ ചെരുപ്പാക്കി സമയം കാണില്ല. നിങ്ങൾക്ക് താങ്കൾ തുടക്കം മുതൽ പറയും, താങ്കൾ എന്തിനാണ് അല്ലല്ല താങ്കൾ എല്ലാവരെയും അല്ലല്ല പറയുന്ന എല്ലാവരെയും RSSകാരാക്കി മാറ്റുകയാണ് തുടക്കം മുതൽ. സൈക്കോസിന്റെ പല അവസ്ഥാന്തരങ്ങളും കേട്ടിട്ടുണ്ട്, പക്ഷെ ഇത്ര ഭയാനകമായ ഒരു പ്രശ്നം ഇത്